നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണിയുടെ ഒരുപാട് റെസിപ്പീസ് ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി ചുരുങ്ങിയ സമയത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു ഉരുളിക്കകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. 1.5 കിലോ അരിക്ക് 2.5 കിലോ ചിക്കൻ. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം ഇട്ട് നന്നായി ഒന്ന് കുഴയ്ക്കണം. ചിക്കൻ്റെ എല്ലാ പീസിലും ഇതെല്ലാം നല്ലതുപോലെ പിടിക്കണം. നല്ലതുപോലെ കുഴയ്ക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഒരു ഉരുളിക്കകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള അരിഞ്ഞതിടാം. സവാള റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. സവാള നല്ല ബ്രൗൺ കളറാക്കി എടുത്ത് ബിരിയാണിയുടെ മുകളിലായിട്ട് ഇടത്തില്ലേ, അതിന് വേണ്ടിയാണ്. അന്നേരം ആ സവാള മൊത്തം വഴണ്ട് വരാനുള്ള എണ്ണ നമ്മൾ ആദ്യം ഒഴിക്കണം. ഇതെല്ലാം നല്ല ബ്രൗൺ കളറായി വരണം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിനകത്തേക്ക് കോരി വെക്കാം. ഇനി ആ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് നല്ലതുപോലെ പച്ചമണം മാറ്റിയെടുക്കണം. അതിനകത്തേക്ക് സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റണം. ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വരണം. ഇതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 5 പച്ചമുളക് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. തക്കാളി ഇടാം. 2 തക്കാളി അരിഞ്ഞതാണ്. ഇത് അടച്ചു വെക്കാം. ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടി ഐറ്റംസ് ഇടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ വഴറ്റണം. ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരണം. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇനി അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൈസ് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്, വറ്റിച്ചെടുക്കുമല്ല. അന്നേരം വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കണം. അതിനകത്ത് മുങ്ങിക്കിടന്ന് വേവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പം 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇതിനകത്തേക്ക് ഇടാം. 1.5 കിലോ അരിയുണ്ട്. ഇത് നേരത്തെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറോ ഇടാം, ഓപ്ഷനിലാണ്. വെള്ള കളറിൽ തന്നെ റൈസ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഫുഡ് കളറും ഒക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്ത് റെഡിയായിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് അടച്ചു വെക്കാം.
അരി വെന്ത് വന്നിട്ടുണ്ട്, അത് ഊറ്റിയെടുക്കാം. അരി ഫുള്ളായിട്ടങ്ങ് വേവുന്ന വരെ നിൽക്കരുത്. ഒരു 90% വേവിച്ചാൽ മതി. 10% നമ്മൾ ദം ചെയ്യുമ്പോൾ അതിനകത്ത് നല്ലതുപോലെ വെന്തോളും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ടിൻ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചിക്കൻ എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ചിക്കൻ പീസെല്ലാം ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇനി അതിൻ്റെ അരപ്പും കുറച്ച് പീസും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇതുപോലൊന്ന് സെറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ പകുതി മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇടാം. ബിരിയാണിയുടെ എസൻസ് കുറച്ച് ഒഴിക്കാം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സവാള റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചതിടാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ടിടാം. ബാക്കി റൈസ് കൂടി ചിക്കൻ്റെ മുകളിലായിട്ടിടാം. ഇതിൻ്റെ മുകളിലായിട്ടും നേരത്തെ ചെയ്തതുപോലെ കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. സവാള റോസ്റ്റ് ചെയ്തിടാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു ടിൻ നെയ്ക്കകത്താണ് വറുത്ത് വെച്ചിരിക്കുന്നത്. അന്നേരം അതോടൊപ്പം തന്നെ ആ നെയ്യും അതിനകത്തേക്ക് വീഴും. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വെയിറ്റിന് വേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. ഇത് അടച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചതിന് ശേഷവും ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കണം. ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇളക്കി കോരിയെടുക്കണം. ഇങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ താഴെയുള്ള മസാലയും എല്ലാം മുകളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബിരിയാണിയുടെ കൂടെ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് എല്ലാം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.